നാട്ടിക മണ്ഡലത്തിൽ ഇടത് തുടർച്ച ഉറപ്പാക്കാൻ വീണ്ടും ഗീതാ ഗോപി 2001-ലും 2006-ലും കോൺഗ്രസ് വിജയിച്ച മണ്ഡലം 2011-ൽ ഗീതാ ഗോപി ഇടതുപക്ഷത്തിനായി തിരിച്ചുപിടിക്കുകയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറെ ചർച്ചയായ മണ്ഡലമാണ് നാട്ടിക. 2011-ൽ വലിയ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസിൽ നിന്ന് ഗീതാ ഗോപി മണ്ഡലം തിരിച്ചുപിടിച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വ്യക്തമായ ഇടതു രാഷ്ട്രീയത്തിൽ ഉറച്ചു നിന്നിട്ടുള്ള മണ്ഡലം കൂടിയാണ് നാട്ടിക. MLA ആയിരിക്കെ ജനങ്ങൾക്കിടയിൽ സജീവമായി വികസനങ്ങൾക്ക് മുൻഗണന നൽകിയാണ് ഗീതാ ഗോപി പ്രവർത്തിച്ചത്. അപ്പോൾ അന്ന് 2011-ൽ എനിക്ക് അങ്ങനെ ഒരു സംവിധാനം ഇവിടെ വന്നപ്പോൾ കിട്ടിയ സ്വീകാര്യത 10 വർഷം 2 ടേമുകളായി മത്സരിച്ചപ്പോൾ ഇതേ സഖാക്കളുടെ നേതൃത്വത്തിലൂടെ ഈ മണപ്പുറത്തിൻ്റെ ഓരോ മണൽത്തരികളുടെയും ഓടി നടന്നാണ് ഞങ്ങൾ ഒട്ടപ്പെട്ടിച്ച് 2 ടേം നിയമസഭയിലെത്തുന്നത്. നമുക്ക് ഈ സർക്കാർ നിലനിൽക്കേണ്ടതാകണം എന്നൊക്കെ വോട്ടർമാരുടെ ഇടയിൽ പറയുമ്പോൾ എനിക്ക് വളരെ പ്രചോദനം എനിക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുക. ഈ സർക്കാർ നിലനിൽക്കണം. MLA പഴയൊരു ഓർമ്മയ്ക്കാണ് അവർ പറഞ്ഞത്, ഈ സർക്കാർ നിലനിൽക്കണം, എങ്കിലും ഈ സർക്കാരിൻ്റെ എല്ലാ നിലയിലുള്ള ക്ഷേമ വികസനങ്ങൾക്കൊപ്പം നിൽക്കാൻ ഈ മണ്ഡലം വിജയിച്ചേ പറ്റൂ എന്നുള്ളതൊക്കെ വളരെ കൃത്യമായി വോട്ടർമാർ നമ്മളോട് ഇങ്ങോട്ട് പറയണ്ടേ. ഇപ്പോൾ പരമാവധി വോട്ടർമാരെ കാണുക, അവരുമായിട്ട് സംഭാഷണത്തിലേർപ്പെടുക, അവരുടെ പ്രയാസങ്ങൾ എന്താണ്, 10 വർഷം ഇവിടുന്ന് പോയപ്പോൾ എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി കൊടുക്കുക. അപ്പോൾ ഇത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുക എന്ന് മാത്രമുള്ളൂ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എന്നെ തന്നിട്ടുള്ള ലക്ഷ്യം. 2011-ൽ നഷ്ടമായ മണ്ഡലം സുനിൽ ലാലൂരിലൂടെ തിരിച്ചുപിടിക്കാനാണ് UDF ശ്രമം. കഴിഞ്ഞ തവണയും സുനിൽ ലാലൂർ തന്നെയായിരുന്നു UDF സ്ഥാനാർത്ഥി. ഞങ്ങൾ വളരെ വലിയ പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 5 വർഷക്കാലം ഈ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ള ആത്മവിശ്വാസമാണ് എനിക്ക് ഏത് സ്ഥലത്ത് ചെന്നാലും കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പരിചയമുള്ള മുഖങ്ങളാണ്, അടുപ്പമുള്ള ആളുകളാണ്. അവരുടെ സ്നേഹവും അനുകമ്പയും ഒക്കെ നമുക്ക് കാണുമ്പോൾ വലിയ 100% വിജയപ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതേസമയം ഇടതുപക്ഷത്തെ വഞ്ചിച്ച് അധികാരത്തിനായി ആദ്യം കോൺഗ്രസിലേക്കും കോൺഗ്രസ് വഞ്ചിച്ചതിനെ തുടർന്ന് BJPയിലേക്കും പോയ CC മുകുന്ദനാണ് ഇത്തവണ NDA സ്ഥാനാർത്ഥി. കൈരളി ന്യൂസ്, തൃശൂർ.